പലനാൾ കല്ലിൽ ഒരു നാൾ പിരിയും. ഇത് വെറുതെ പറയുന്നത്. ഇത്രയും ദിവസം നമുക്ക് ആളെ മനസ്സിലായില്ല. മനസ്സിലാവാൻ എങ്ങനെയാ? ഓർമ്മ തെളിയുന്ന പ്രായാവുന്നതിന് പോയതല്ലേ, മനസ്സിലായി കാണില്ല. എന്നാലും തീരെ തെളിച്ചമില്ലാത്തൊരു ഓർമ്മയില് എവിടെയോ എന്റെ കണ്ണിന് മണ്ണ് വാരിയിട്ട് ആ കുടുംബകാരിക്ക് ഉണ്ടായിരുന്നു. ആ വളർന്നപ്പോ അവള് വലിയ ഡോക്ടർ, ഈ ഉള്ളവനൊക്കെ ഒരു എരപ്പൻ. അല്ല, തിരിച്ചറിയാതിരിക്കാൻ നല്ലത് തോന്നി. ചെറുപ്പത്തിൽ അവർ എന്നെ കുട്ടേട്ടാന്നാ വിളിച്ചത്. ഇന്നത് പിന്നെ വിളിച്ച് കേട്ടപ്പോൾ എന്റെ എനിക്കത് കരയണ തോന്നി. ആരും കാണാതെ എന്ത് പറഞ്ഞാൽ അവരുടെ താത്താ തിരിച്ചായി മനുഷ്യൊരു കാര്യം പറഞ്ഞു. പഴയ കളിക്കൂട്ടുകാരെ തിരിച്ചറിഞ്ഞതിന് സന്തോഷമുണ്ട്. എന്നൊരു കാര്യം എല്ലാം കണ്ടോടുമ്പോൾ പറയാതെ മനസ്സിനകത്ത് ആകൊരു ഭാരം. ഇപ്പൊ എല്ലാം എന്നാ പറയാൻ ഇത്രയും കാലത്തെ കഥകളും മനസ്സിൽ കരുതരുത്. അത് നോക്കി ആശലാണല്ലോ. എന്റെ കാര്യമുണ്ട്. ആയി കഴിഞ്ഞിരിക്കുന്നു. പണ്ടൊന്നും കടന്നു പോയ കാലമാണ് അത്. കണ്ടിരിക്കുന്ന കുട്ടികളെ ഈ അമ്മയെ ഇത് മനസ്സിലാക്കി മനസ്സിലാക്കാൻ നിൽക്കാൻ ഇത്തിരി കൂടി അറിയാം. അതെന്തായാലും ഒന്ന് കാണാൻ പോലും കിട്ടാതെ. എന്താണ് ഇതിന്റെ മനസ്സിലാക്കി? അയ്യോ, ഒരു കുശുമ്പില്ല കുടുംബമില്ല. നല്ല മനസ്സ് സന്തോഷിക്കുന്നത് കാണുമ്പോഴല്ല എന്താ ഞാൻ ചെല്ലട്ടെ? ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് മൊത്തം കാര്യങ്ങളൊക്കെ എന്റെ തലയിലാണ്. ഏതൊരു ഡോക്ടർ വന്നു ആശുപത്രി ഉണ്ടാക്കാൻ പോകുന്നൊക്കെ ഇവിടെ ഇങ്ങനെ കേവലം പറയുമ്പോ ആരറിഞ്ഞു വന്നത് നിങ്ങളാണെന്ന്. ഡോക്ടർ തനിക്കൊക്കെയാണെന്നൊക്കെ എനിക്കൊരത്തേക്ക് കഴിച്ചതാണ്. ഒടുക്കം അവളവന്റെ മണ്ണിൽ തന്നെ ആണോന്ന് ആദ്യം സതിക്കുവേണ്ടി താല്പര്യമുണ്ടായിട്ടില്ല. ആണെന്നും പറഞ്ഞ് ഓർക്കാൻ ഇവർക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. മണ്ണ് കണ്ടപ്പോഴല്ലേ മനസ്സിലായത് കുറച്ചെടുക്കാൻ ചിലതൊക്കെ ഉണ്ടെന്ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിന്റെ വേദന ഇപ്പോഴും. അതാണ് സൈക്കോളജി. വേദനക്കെട്ടാൽ ഓർമ്മയുണ്ടാവും. ഇതാരാണെന്ന് നോക്കിയേ. തെറ്റേന്ന് വന്ന പച്ചാരി പെണ്ണാണ് വരുന്നത്. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഒരുമാതിരി വിറ്റുകെട്ട് പോലെ അല്ലേ? ശാന്തയ്ക്ക് പറഞ്ഞ പാർട്ടിക്കാണ് വെളുത്ത് വെച്ചത്. അതായത് കുട്ടിയുടെ വിളിച്ചതൊന്നും അത് വന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞത്.
ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? വളരെ കാത്തുള്ള ഇപ്പോഴേ വൈകി